റൗൾസ് ലോ കഴിഞ്ഞ ദിവസം മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. റൗൾസ് ലോ ആദ്യത്തെ റൗൾസ് ലോ ആണ് എടുത്തത്. റൗൾസ് ലോ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ് 2 വോളട്ടൈൽ ലിക്വിഡ്. 2 വോളട്ടൈൽ ലിക്വിഡ്സിൻ്റെ ഒരു സൊല്യൂഷന് റൗൾസ് ലോ എന്തായിരിക്കും എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പി ടോട്ടൽ ഈക്വൽ ടു P0A കൈ എ പ്ലസ് P0B കൈ ബി. ഇനി രണ്ടാമത്തെ റൗൾസ് ലോ ആണ് റൗൾസ് ലോ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട്. ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഇട്ടിട്ടുള്ള സൊല്യൂഷൻ്റെ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സൊല്യൂഷൻ്റെ റൗൾസ് ലോ എന്തായിരിക്കും? റൗൾസ് ലോ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട്. നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഇട്ടിരിക്കുന്ന സൊല്യൂഷൻ്റെ റൗൾസ് ലോ. എന്താണ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഇവിടെ തൊട്ട് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആദ്യം എടുക്കുന്ന ഒരു സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ഇടുന്നത് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആണെങ്കിൽ സൊല്യൂട്ട് വേപ്പറായിട്ട് പോകുന്നില്ല. സൊല്യൂട്ടും പാർട്ടിക്കിൾസ് സർഫസിൽ സോൾവെൻറ്റ് മോളിക്യൂൾസിനെ ഫ്രീ ആയി എസ്കേപ്പ് ചെയ്യുന്നതിന് തടയുന്നു. സൊല്യൂട്ട് മോളിക്യൂൾസ് ഒന്നും വേപ്പറായി പോകുന്നില്ല. അതുകൊണ്ട് സൊല്യൂട്ടിന് വേപ്പർ പ്രഷറിന് കോൺട്രിബ്യൂഷൻ ഇല്ല. അപ്പോൾ ആര് മാത്രമാണ് വേപ്പർ പ്രഷറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? വേപ്പറായി മാറുന്നത് ആര് മാത്രമാണ്? സോൾവെൻറ്റ് മാത്രമാണ്. ഓൺലി സോൾവെൻറ്റ് വേപ്പേഴ്സ് ഗീവ്സ് വേപ്പർ പ്രഷർ. സോൾവെൻറ്റ് വേപ്പർ മാത്രമേ വേപ്പർ പ്രഷർ തരുന്നുള്ളൂ. അതുകൊണ്ട് ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗൾസ് ലോയുടെ ലാസ്റ്റ് ഇക്വേഷൻ എന്നാണ് ഇവിടെ സെക്കൻഡ് റൗൾസ് ലോ പറയാനായിട്ട് പോകുന്നത്. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ആദ്യം എഴുതുക. ഫസ്റ്റ് റൗൾസ് ലോ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പി ടോട്ടൽ ഈക്വൽ ടു PA പ്ലസ് PB. എയുടെ പാർഷ്യൽ പ്രഷറും ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറും ആഡ് ചെയ്താണ് ടോട്ടൽ പ്രഷർ in the case of 2 volatile liquids. A and B are volatile components. Here A, മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. A എന്ന് പറയുന്നത് ലെറ്റർ ടേക്കൺ ഫോർ സോൾവെൻറ്റ്. A letter is taken for solvent. B taken for solute. A എന്നുള്ള ടൈം സോൾവെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. B എന്ന ലെറ്റർ സൊല്യൂട്ടിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്ന സോൾവെൻറ്റ് സാധാരണ പോലെ തന്നെ വേപ്പറായി പോകുന്നു. അതിന് വേപ്പർ പ്രഷർ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. ബി എന്നുള്ള കമ്പോണൻറ്റ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആയതുകൊണ്ട് സൊല്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ നോൺ വോളട്ടൈൽ ആയതുകൊണ്ട് അത് വേപ്പറായി പോകുന്നില്ല. അതിന് വേപ്പർ പ്രഷർ ഇല്ല. വേപ്പർ പ്രഷർ ആർക്ക് മാത്രമുള്ളൂ? എ എന്നുള്ള കമ്പോണൻറ്റ് മാത്രമുള്ളൂ. അതുകൊണ്ട് പി ടോട്ടൽ എന്തായിരിക്കും? പി ടോട്ടൽ ഈക്വൽ ടു PA പ്ലസ് PB എന്നുള്ള ഇക്വേഷനിൽ ബി എന്നുള്ളത് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആയതുകൊണ്ട് വേപ്പർ പ്രഷർ ഇല്ല, വേപ്പർ ആകുന്നില്ല. പി ടോട്ടൽ ഈക്വൽ ടു PA. അപ്പോൾ പി ടോട്ടലിൻ്റെ എക്സ്പ്രഷൻ നാം തുടങ്ങുന്നത് പി ടോട്ടൽ ഈക്വൽ ടു PA, പി ഓൺലി. ഇനി എന്താണ് PA എന്ന് പറഞ്ഞാൽ? പി എന്താണെന്നുള്ളത് ഫസ്റ്റ് റൗൾസ് ലോ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PA ഈക്വൽ ടു PA പ്രൊപ്പോർഷണൽ ടു കൈ എ. PA ഈക്വൽ ടു കൈ P0A കൈ എ. ഇതൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടെ അപ്ലൈ ചെയ്യാണ്. പി ടോട്ടൽ ഈക്വൽ ടു PA എന്നുള്ളത് P0A കൈ എ എന്ന് കൊടുക്കുക. പി ടോട്ടൽ ഈക്വൽ ടു P0A കൈ എ. പി ടോട്ടൽ ഈക്വൽ ടു P0A കൈ എ. ഇതാണ് സെക്കൻഡ് റൗൾസ് ലോ സ്റ്റേറ്റ്മെൻ്റ് ആയി പറയുന്നത്. ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറഞ്ഞാൽ റൗൾസ് ലോ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് കിട്ടുന്നു. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയി പറയുക. ടോട്ടൽ ഫോർ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് non-volatile solute, the total vapor pressure of a solution containing non-volatile solute is the product of vapor pressure of pure solvent and mole fraction of solvent in solution. ഇതാണ് സെക്കൻഡ് റൗൾസ് ലോ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് എന്ന് പറയാം. ഈ ഇക്വേഷൻ ആണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇത് തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയി പറയുന്നതിന് പറയാം. Total vapor pressure of a solution containing non-volatile solute is the product of vapor pressure of pure solvent and mole fraction of solvent in solution. ഇതാണ് റൗൾസ് ലോ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട്. ഇനി ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റും. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോൺ വോളട്ടൈൽ സൊല്യൂട്ടിന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ എഴുതിയത്. ഇനി വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട്. അതും ഈ ഇക്വേഷൻ നിന്നാണ് കിട്ടുന്നത്. ആദ്യം ഇക്വേഷൻ കിട്ടി കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ എന്നൊരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ നമുക്ക് വേറൊരു രീതിയിൽ റൗൾസ് ലോ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളട്ടൈൽ സൊല്യൂട്ട് സ്റ്റേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സൊല്യൂഷനിൽ ഇപ്പോൾ അവിടെ സൊല്യൂട്ടും ഉണ്ട്, സോൾവെൻറ്റും ഉണ്ട്. സോൾവെൻറ്റ് മാത്രമേ നമ്മുടെ എക്സ്പ്രഷനിൽ വന്നിട്ടുള്ളൂ.
എ എന്നുള്ളത് സോൾവെന്റ് ആണ്, പക്ഷെ സൊല്യൂട്ടും കൂടി നമ്മുടെ സൊല്യൂഷനിലുണ്ട്. അപ്പോൾ സൊല്യൂട്ടിന്റെ ടേം ബി എന്നുള്ള ലെറ്റർ കൂടി ഇക്വേഷനിലേക്ക് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ റൗൾസിലോ സ്റ്റേറ്റ് ചെയ്യാം. ബി എന്നുള്ള ടേമിനെ കൊണ്ടുവരാനായിട്ട് മോൾ ഫ്രാക്ഷൻ ആണ് എടുക്കേണ്ടത്. വി നോ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ സൊല്യൂഷൻ, ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഓൾവേസ് യൂണിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സൊല്യൂഷന്റെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ, സൊല്യൂഷനിൽ സോൾവെന്റ് ഉണ്ട് സൊല്യൂട്ട് ഉണ്ട്, രണ്ടുപേരുടെയും മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ കിട്ടുന്നത് യൂണിറ്റി ആയിരിക്കും എന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് എ പ്ലസ് കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് കൈ എ, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ യൂണിറ്റി ആണ് കിട്ടുന്നത് എന്ന് നമുക്കറിയാം. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൈ എ ഈക്വൽ ടു 1 മൈനസ് എക്സ് ബി കൈ ബി, കൈ എ ഈക്വൽ ടു 1 മൈനസ് കൈ ബി എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പി ടോട്ടൽ ഈക്വൽ ടു P0 A into 1 minus chi B, 1 minus chi B. P total equal to P0 A into 1 minus chi B. ഇത് ബ്രാക്കറ്റ് കളയാം. P total equal to P0 A minus P0 A into chi B. P equal to P0 A minus P0 A into chi B. ഇനി ഒരുപോലെ ടേമുകൾ ഈ സൈഡിലേക്ക് എഴുതാണെങ്കിൽ P0 A ഇവിടേക്ക് എഴുതാണെങ്കിൽ P മൈനസ് P0 A ഈക്വൽ ടു മൈനസ് P0 A ഇൻറ്റു കൈ ബി. ഇനി P0 A കൂടി ഇവിടെ കൊണ്ടുവരാണെങ്കിൽ ഡിവൈഡഡ് ബൈ നോ P മൈനസ് P0 A ഡിവൈഡഡ് ബൈ P0 A ഈക്വൽ ടു മൈനസ് കൈ ബി. ഈ കൈ ബി അങ്ങനെ കൊണ്ടുവരാം, പിന്നെ ഒറ്റയ്ക്കാക്കി ഇങ്ങനെ നിർത്താം. മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടുന്നു? മൈനസ് കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം ചേഞ്ച് വരുന്നു. ആദ്യം P0 A വരുന്നു, P0 A മൈനസ് പി ഡിവൈഡഡ് ബൈ P0 A ഈക്വൽ ടു കൈ ബി. ഇതാണ് സെക്കൻഡ് റൗൾസിലോ സ്റ്റേറ്റ്മെൻറ്റ്. വേറൊരു തരത്തിൽ പറയുന്നതാണ്. എന്താണ് P0 A മൈനസ് പി ഡിവൈഡ് ബൈ P0 A എന്ന് പറഞ്ഞാൽ എന്താണ്? P0 A മൈനസ് പി എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ, P0 A എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. പിന്നെ P0 A എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ടേം തന്നെയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്യുവർ സോൾവെന്റ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷറാണ് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് എന്നുള്ളത് P0 A. അപ്പോൾ P0 A എന്നുള്ളത് സോൾവെന്റ് വേപ്പർ പ്രഷർ എപ്പോഴും സൊല്യൂഷനേക്കാളും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. അതുകൊണ്ട് നമുക്ക് വലുതില്ല ചെറുത് കുറയ്ക്കാം. അപ്പോൾ പ്യുവർ സോൾവെന്റ് വേപ്പർ പ്രഷറിന് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയ്ക്കുക എന്നുള്ള ടൈമാണ് ആദ്യം എടുക്കുന്നത്. P0 A മൈനസ് പി അതിനെ പറയുന്ന പേരാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറിൽ വരുന്ന കുറവ്. ആദ്യം ഉണ്ടായിരുന്നത് പ്യുവർ സോൾവെന്റ് ആണ്, അതിനെ സൊല്യൂഷൻ ആക്കിയപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞു. എത്രയാണ് കുറഞ്ഞത് എന്ന് കണ്ടുപിടിക്കാനുള്ള ടേമാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഡിഫറൻസ് ബിറ്റ്വീൻ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന പേരാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറിലുള്ള കുറവ്. ഇനി ഏതിനെ അപേക്ഷിച്ച് ആദ്യം ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് ആദ്യം ഉണ്ടായിരുന്നതാണ് പ്യുവർ സോൾവെന്റ് വേപ്പർ പ്രഷർ. അതാണ് P0 A. അപ്പോൾ നമുക്ക് റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറയാം. മുകളിലെ ടേമിനെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നും താഴെ ടേം ഡിവൈഡ് ബൈ എന്ന് കൊടുത്താൽ അതിന് പറയുന്നത് ഈ ടേമിന് മൊത്തം പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു കൈ ബി എന്ന് പറയുന്നതാണ്. ബി എന്ന് പറഞ്ഞ സൊല്യൂട്ടാണ്, കൈ എന്ന് പറഞ്ഞ മോൾ ഫ്രാക്ഷൻ സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ തുല്യമാണ്. റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ദ കേസ് ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ഇതാണ് വീണ്ടും ഒരു തരത്തിൽ നമുക്ക് റൗൾസിലോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് രണ്ട് തരത്തിൽ പറയാമെന്ന് പറഞ്ഞു. റൗൾസിലോ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് രണ്ട് തരത്തിൽ സ്റ്റേറ്റ് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ് ഇൻ സൊല്യൂഷൻ. ഇനി വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ relative lowering of vapor pressure of a solution containing non-volatile solute is equal to the mole fraction of solute. അതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് റോൾസിലോ കഴിഞ്ഞു. അടുത്തത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ബേസ്ഡ് ഓൺ റോൾസിലോ.
റൗൾസ് ലോ അനുസരിച്ച്, റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ആണോ അല്ലയോ എന്നതിനനുസരിച്ച് നമുക്ക് രണ്ട് തരത്തിലുള്ള സൊല്യൂഷൻ ആണുള്ളത്. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. Ideal solution and non-ideal solution. Ideal solution and non-ideal solution എന്ന് പറഞ്ഞാൽ എന്താണ്? Ideal solution means solution obey Rolle's law. Solutions obeys Rolle's law. Rolle's law obey ചെയ്യുന്ന solution ആണ് ideal solution. Over the entire range of concentration and temperature. എല്ലാ കോൺസെൻട്രേഷനിലും എല്ലാ ടെമ്പറേച്ചറിലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ആണെങ്കിൽ ഒബേസ് റൗൾസ് ലോ സൊല്യൂഷൻ ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. ഒബേസ് റൗൾസ് ലോ. ഒബേസ് റൗൾസ് ലോ ഒന്നാമത്തെ കണ്ടീഷനാണ്. ഐഡിയൽ സൊല്യൂഷൻ്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ഒബേസ് റോൾസ് ലോ. രണ്ട് റോൾസ് ലോ ഒബേ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൂടി എഴുതാം. പി എ ഈക്വൽ ടു പിന്നെ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് പി എ ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു എവിടെ ഉണ്ട് പി എ ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ. ഇതാണ് റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഡോട്ട് ബൈ പ്രൊവിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി എ ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ. രണ്ടാമത്തെ കണ്ടീഷനാണ് ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു സീറോ. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഫോർ ഐഡിയൽ സൊല്യൂഷൻ ഈക്വൽ ടു സീറോ. മൂന്നാമത്തെ കണ്ടീഷൻ ഡെൽറ്റ വി മിക്സിംഗ് ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ ഈക്വൽ ടു സീറോ. എന്താണ് ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ? ഫോർ ദ ഫോർമേഷൻ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ ദ ടു കമ്പോണൻസ് എ ആൻഡ് ബി. നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്ത രണ്ട് കമ്പോണൻറ്റിനെ എ ആൻഡ് ബി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഈ രണ്ട് കമ്പോണൻറ്റ് എ സോൾവെന്റിനെ എടുക്കുന്നു എന്ന് പറഞ്ഞു, ബി എന്നുള്ള ലെറ്റർ സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. ഈ രണ്ട് കമ്പോണൻറ്റ് മിക്സ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ആവണമെങ്കിൽ രണ്ട് കമ്പോണൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല, എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല, വോളിയം ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഫോർ ദ ഫോർമേഷൻ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ എൻതാൽപ്പി ആൻഡ് വോളിയം. ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ വോളിയം ചേഞ്ചും ഉണ്ടാകില്ല, എൻതാൽപ്പി ചേഞ്ചും ഉണ്ടാകില്ല എങ്കിൽ അങ്ങനെയാണ് ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻതാൽപ്പിയോ വോളിയത്തിലോ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് മാറുന്നു. ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ കണ്ടീഷനായിട്ട് എഴുതുന്നത്. വോളിയം ചേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇവോൾവിങ്ങോ ഹീറ്റ് അബ്സോർബിങ്ങോ, ചൂട് ആകിരണം ചെയ്യുക അല്ലെങ്കിൽ ചൂട് പുറത്തുവിടുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആയിട്ടാണ് മാറുന്നത്. അങ്ങനെ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അത് ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. ഐഡിയൽ സൊല്യൂഷൻ നാലാമത്തെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എ ഇൻട്രാക്ഷൻ, അതായത് സോൾവെന്റ് സോൾവെന്റ് ഇൻട്രാക്ഷൻ. പിന്നെ ബി ബി ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയാം സൊല്യൂട്ട് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ വിൽ ബി ഈക്വൽ ടു അല്ലെങ്കിൽ നിയർലി ഈക്വൽ ടു എ ബി ഇൻട്രാക്ഷൻ, സൊല്യൂട്ട് സോൾവെന്റ് ഇൻട്രാക്ഷൻ. ഇപ്പോൾ സോൾവെന്റ് സോൾവെന്റ് എന്ന് വെച്ച് പറയാം, അല്ലെങ്കിൽ ഈ ലെറ്റർ ഉപയോഗിച്ച് പറയാം എ ഇൻട്രാക്ഷൻ interactions and BB interactions are equal to AB interaction. എന്താണ് എ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ആണ്. സോൾവെന്റ് മോളിക്യൂൾസ് തന്നെയുള്ള ഇൻട്രാക്ഷനും സൊല്യൂട്ട് മോളിക്യൂൾസ് തന്നെയുള്ള ഇൻട്രാക്ഷനും ഇതിന് തുല്യമായിരിക്കും. സൊല്യൂട്ട് സോൾവെന്റ് കൂടിയുള്ള ഇൻട്രാക്ഷൻ തുല്യമായിരിക്കും. ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേർത്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാമെങ്കിൽ സോൾവെന്റ് മാത്രമായിട്ടിരിക്കുന്ന അവസ്ഥ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നു. സൊല്യൂട്ട് മാത്രമായിരിക്കുന്നു. എ എന്നുള്ളത് സോൾവെന്റ്, ബി എന്നുള്ളത് സൊല്യൂട്ട്. രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എയും ബിയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൊല്യൂഷൻ കിട്ടി. സൊല്യൂഷൻ്റെ ഇൻട്രാക്ഷൻ ആണ് എ ബി ഇൻട്രാക്ഷൻ. ദ ടു all interactions are equal. AA interaction, BB interaction and are equal to AB interaction. AA interaction, BB interaction, AB interaction തുല്യമാവുന്നു. A molecules തമ്മിലുള്ള
ഇൻട്രാമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതുപോലെ ബി മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, എയും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എല്ലാം സെയിം ആയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഐഡിയൽ സൊല്യൂഷൻ ആയത്. ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് ഐഡിയൽ സൊല്യൂഷൻ ഓർത്തിരിക്കേണ്ടത്. ഐഡിയൽ സൊല്യൂഷൻ ഒബേസ് റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഒബേസ് റോൾസ് ലോ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക് നമുക്ക് എഴുതാം പി എ ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ. രണ്ടാമത്തെ കണ്ടീഷൻ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു സീറോ. ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ എന്താൽപ്പി ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു സീറോ. മൂന്നാമത്തെ കണ്ടീഷൻ ഡെൽറ്റ ബി മിക്സിംഗ് ഈക്വൽ ടു സീറോ. ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ വോളിയം ചേഞ്ച് ഉണ്ടാവില്ല. ഡെൽറ്റ ബി മിക്സിംഗ് ഈക്വൽ ടു സീറോ. നാലാമത്തെ പോയിന്റ് സൊല്യൂഷൻസ് ഓഫ് substance of similar structures or polarity can form ideal solution. ഏതാണ്ട് ഒരേ സ്ട്രക്ചർ ഒരേ പൊളാരിറ്റി ഒക്കെ ഉള്ള കോമ്പൗണ്ട്സിനാണ് സബ്സ്റ്റൻസിനാണ് ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ N-hexane and N-heptane can form ideal solution. N-hexane and heptane രണ്ടും കൂടി ചേർത്താൽ കിട്ടുന്നത് ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളായി നാലാമത്തെ പോലെ പറയുന്നത് എ ഇൻട്രാക്ഷൻ സോൾവെന്റ് തമ്മിലുള്ള ഇൻട്രാക്ഷനും ബി ഇൻട്രാക്ഷൻ സൊല്യൂട്ട് തമ്മിലുള്ള ഇൻട്രാക്ഷനും എന്ത് തുല്യമായിരിക്കും? സൊല്യൂട്ടും സോൾവെന്റ് തമ്മിലുള്ള ഇൻട്രാക്ഷന് സെയിം ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് N-hexane and N-heptane. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ അടുത്ത വീഡിയോയിൽ കാണാം.